നടി ഹണി റോസിനെതിരായ അശ്ലീല പരാമർശത്തിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ്. ഹലോ, സാംസൺ തരകനല്ലേ? ഞാൻ ടൗൺ എസ് ഐ ബിജു പൗലോസ് ആണ്. നിങ്ങൾക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ സ്റ്റേഷൻ വരെ വരേണ്ടി വരും. അപമാനിച്ചതിനും IT ആക്ട് പ്രകാരവുമാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തത്. സഹികെട്ടാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയതെന്ന് ഹണി റോസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. കുറെ നാളായി മനുഷ്യന്റെ സ്വൈര്യം കെടുത്താൻ തുടങ്ങിയിട്ട് പോട്ടെന്ന് വിചാരിക്കുന്നതോറും അഹമ്മദി കൂടി വരിക. മോശം പരാമർശം നടത്തിയിട്ടില്ലെന്നും വിഷമം തോന്നിയെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും ബോബി ചെമ്മണ്ണൂർ പ്രതികരിച്ചു. ബോബി ചെമ്മണ്ണൂർ കേസായല്ലോ. എന്റെ ചങ്ക് തകർന്നുപോയി. സ്ത്രീത്വത്തെ അപമാനിച്ച കേസ് IT ആക്ട് അടക്കം ഇട്ടിട്ടുണ്ട്. കുഴപ്പമാവോ? ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഞാൻ സ്ത്രീത്വത്തെ അഭിമാനിക്കാറില്ല. സ്ത്രീകളോടൊക്കെ ബഹുമാനാണുള്ളൂ. പിന്നെ രണ്ടുപേരാണ് പോണത്. തിരിച്ചു വരുമ്പോ മൂന്നാമതൊരാളുണ്ടാവും. അയ്യോ, അമ്മാവൻ കാര്യമായിട്ട് ചൊറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നുന്നു. മോശമായ വാക്കുകളൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. സഹോദരി, എന്റെ കടയിലേക്ക് വാ. നല്ല ഒന്നാന്തരം 916 എന്റെ സാധനം ഞാൻ കാണിച്ചു തരാം. അതൊന്ന് ഇട്ട് നോക്ക്, എന്നിട്ട് പറ എങ്ങനെയുണ്ട്. കുന്തി ദേവിയോട് ഉപമിച്ചിരുന്നു എന്നോ അങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടായിരുന്നോ ശ്രീ ബോബി ചെമ്മണ്ണൂർ? പിടിച്ചുപോയാലും ക്രിമിനൽ കുറ്റമൊന്നും അല്ലല്ലോ. അത് പ്രശ്നമല്ലേ? കുറച്ച് പ്രശ്നമാണ്, പക്ഷെ പ്രശ്നമല്ല. അതിപ്പോ കുന്തി ദേവി എന്ന് പറയുകയുണ്ടായി. ആളെ നാണം കിടത്തിയിട്ട് നാട്ടുകാർക്ക് മുഴുവൻ ചിരിക്കാനുള്ള വകയുണ്ടാക്കിയിട്ട് വന്ന് നിൽക്കുന്നുണ്ടല്ലേ രപ്പൻ. മഹാഭാരതം റിലേറ്റഡ് ആയ കഥയുമായി ബന്ധപ്പെട്ടായിരുന്നു താങ്കൾ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ എന്തെങ്കിലും ചടങ്ങോ അങ്ങനെ എന്തെങ്കിലും? അല്ല, ഇതില് നാട്ടുകാരുടെ മുന്നിൽ എന്നെ മോളെ ഇച്ഛ വരപ്പിച്ചപ്പോ സമാധാനമായല്ലോ. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തത് ഇങ്ങനെ തീരുന്നു. ഒരു കഥാപാത്രം ഉണ്ട് ഇവരോട് സാദൃശ്യമുള്ളത്. അപ്പൊ അവരുമായിട്ട് ഞാൻ പറഞ്ഞു, അതിന്റെ ഒരു സാദൃശ്യം ഞാൻ പറയുകയുണ്ടായി. പക്ഷെ അത് അവര് ആ സെൻസിൽ തന്നെ എടുത്തിട്ടുള്ളൂ. എന്നോട് പറഞ്ഞതേ ഉള്ളൂ, എനിക്കറിയാമല്ലോ നീ ആ സ്പിരിറ്റിൽ എടുക്കത്തുള്ളൂ. കണ്ടോടാ, ഇത്രയേ ഉള്ളു കാര്യം. അല്ല, അത് സാഹചര്യം ഒരുക്കി കൊടുത്തു. അങ്ങേക്ക് ഇപ്പൊ മറ്റെത്രയോ കഥാപാത്രങ്ങൾ പറയാമായിരുന്നു. നമ്മളാരും ജീവിക്കാൻ വേണ്ടി ഒരു നുണ പറയുന്നു. അതും ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. മനസ്സാക്ഷിയുള്ള ഒരു കോടതിക്കും എന്നെ ശിക്ഷിക്കാൻ പറ്റില്ല. സീരിയലില് അപ്പൊ നമ്മൾ അത് പറയുമ്പോൾ ഇതുപോലെ മറ്റുള്ളവർ അവരെ മോശമായി ചിത്രീകരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടല്ലോ. കുന്തി നാട്ടുകാരുടെ ആ പാർത്ഥന്റെ മുന്നിൽ നിനക്ക് മോക്ക് ഒരു മതിപ്പ് ഇട്ടിട്ടെന്ന് വിചാരിച്ച് ചെയ്തതാ. നനഞ്ഞു അവരോട് സോറി പറയാമായിരുന്നില്ലേ? അല്ല, അവരുടെ അടുത്ത് സോറി പറയണോണ്ട് യാതൊരു വിരോധമില്ല. ഞാൻ മാപ്പ് പറയാം, കാല് പിടിക്കാം. കോട്ടപ്പുറത്തിന്റെ പേരിലുള്ള കേസ് പിൻവലിക്കണം. നമ്മൾ മനഃപൂർവ്വം ചെയ്തിട്ടില്ല എങ്കിൽ പോലും അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ മാപ്പ് പറയുന്നു. അങ്ങനെയുണ്ടെങ്കിൽ ഖേദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾക്കറിയാം. എന്നാലും ഇതൊരു വല്ലാത്ത ചെയ്ത്തായിപ്പോയി. മക്കളെ ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചോ. അതുകൊണ്ട് ഒരാൾക്കൊരു വിഷമം അറിഞ്ഞോ അറിയാതെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇവിടെ അറിഞ്ഞൊന്നും ചെയ്തിട്ടില്ല, ഉണ്ടായെങ്കിൽ പോലും ആവർത്തിക്കില്ല. മാപ്പ് നമുക്കതിന് വിഷമമുണ്ട് അങ്ങനെ വന്നതില്. തീർച്ചയായിട്ടും അതിനെ സോറി പറയുന്നതുകൊണ്ട് എന്താണ്? ഒരു സ്ത്രീയാണ് അവരെന്നുള്ള പരിഗണന പോലും ഇല്ലാതെ നിരന്തരം നിങ്ങൾ അവരെ ഹരാസ് ചെയ്തു. ഒക്കെ ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെയൊക്കെ ആയി എന്നുള്ളതാണ്. മാത്രമല്ല, തെറ്റ് ചെയ്തെങ്കിൽ അത് തിരുത്താനുള്ള ഒരു മനസ്സും എനിക്കുണ്ടെന്ന് മനസ്സിലാക്കുക. ഈ ഹണി റോസിന് അങ്ങനെ വിഷമം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതിന് താൻ കാരണക്കാരനായിട്ടുണ്ടെങ്കിൽ താൻ നിർവ്യാജമായിട്ട് ഖേദിക്കുന്നു എന്നാണ് ഞാൻ ചെയ്തത് തെറ്റാ. താങ്കൾ പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ കാരണം ഒരാൾക്കൊരു വിഷമം ഉണ്ടാവരുത്. പൊതുവെ ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്നും മോശം രീതിയിൽ സ്പർശിച്ചു എന്നുമാണ് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. സകല മുക്കും മൂലം അരിച്ചു പറക്കണം. യാതൊരു കാരണവശാലും അവന് അതിർത്തി കടക്കാൻ പാടില്ല എന്നാണ് SP ഓർഡർ.